ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഗ്രീക്ക് മിത്തോളജി ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ഒരു കഥയിൽ ഒരു ഇൻസിഡൻ്റ് ആണ് ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ശത്രു രാജ്യത്തെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അറ്റാക്ക് ചെയ്യാം. ഒന്ന് ഫുൾ ഫ്രണ്ട് വാറാണ്, ദാറ്റ് ഇസ് നമ്മുടെ എല്ലാ യുദ്ധ സന്നാഹങ്ങളോടെ ചെന്ന് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണലി കുറച്ച് എലമെൻസിനെ പ്ലാൻ ചെയ്യുകയും ആ എലമെൻറ്റ്സ് ഫൈനലി ആ ഒരു രാജ്യത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ആ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡിനെ നമ്മൾ ട്രോജൻ ഹോഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ട്രോജൻ ഹോഴ്സ് വാർഫെയർ എന്നൊക്കെ പറയാറുണ്ട്. ട്രോജൻ ഹോഴ്സ് വാർഫെയറിൽ നിങ്ങൾ ആ മിത്തോളജി എടുത്ത് നോക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു വുഡൻ ഹോഴ്സിനെ ഒരു രാജ്യത്തിലേക്ക് നമ്മൾ കയറ്റി വിടുകയാണ്. ആ രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ ഫോർട്ടിഫൈഡ് ആയിട്ട് വളരെ സെക്യൂർഡ് ആയിട്ട് ഒരു ബ്രീച്ചബിൾ അല്ലാത്തൊരു സിനാരിയോയിൽ ഉണ്ടാക്കിയ ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തിലേക്ക് ഈ വുഡൻ ഹോഴ്സിനെ കടത്തി വിടുകയും ആ വുഡൻ ഹോഴ്സിൻ്റെ ഉള്ളിൽ കുറേ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. ആ സോൾജേഴ്സ് പുറത്തിറങ്ങി ആ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഈ സ്റ്റോറി പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് നടന്ന ഇൻസിഡൻറ്റ്, ദാറ്റ് ഇസ് ഈ ഒരു പേജർ എക്സ്പ്ലോഷൻ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അറ്റാക്കിനുമായിട്ട് വളരെ സിമിലറാണ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് വാർഫെയറുമായിട്ട് വളരെ സിമിലർ ആയിട്ടൊരു വാർഫെയറാണ്. നിങ്ങൾ ഈ ന്യൂസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പല ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ന്യൂസ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. ഒരു എക്സ്പ്ലോഷൻ നടന്നെന്ന് മാത്രം മനസ്സിലാവും അല്ലേ? കാരണം മൾട്ടിപ്പിൾ ടേംസ് ആണ് ഇവിടെ വരുന്നത്. ഒന്ന് ലെബനൻ എന്ന് പറയുന്നൊരു രാജ്യത്തിൻ്റെ പേര് കേൾക്കാം, ഹിസ്ബുള്ള കേൾക്കാം, പേജർ കേൾക്കാം, എക്സ്പ്ലോഷൻ കേൾക്കാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേരും കേൾക്കാം. സോ ഈ ഒരു സിനാറിയോ തന്നെ നിങ്ങളൊന്ന് ഓർക്കുക. സോ ഇവിടെ എന്താണുള്ളത്? നമുക്ക് ലെബനൻ ഉണ്ട്. ലെബനൻ്റെ തന്നെ ഒരു പാരാമിലിറ്ററി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഹെസ്ബുള്ള, റൈറ്റ്? ഓൺ ദി അതർ സൈഡ് യു ഹാവ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ മിലിറ്ററി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഗ്രൂപ്പാണ് മൊസാഡ്. സോ രണ്ട് രാജ്യങ്ങൾ, രണ്ട് ടീം എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. നമുക്കെപ്പോഴും ശത്രു രാജ്യങ്ങളുണ്ടെങ്കിൽ ശത്രു രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെയധികം സെക്യൂറാക്കി മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം ശത്രു രാജ്യം അറിയാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നമ്മൾ പറയുന്ന കാര്യം വേറൊരാൾ അറിയരുത്, പ്രത്യേകിച്ച് നമ്മുടെ ശത്രു രാജ്യം അറിയരുത്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കും ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദ ഡിസ്കഷൻസ് ദാറ്റ് ദേ വർ ഹാവിങ്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നടക്കുന്ന ഡിസ്കഷൻസ് പലപ്പോഴും ഇസ്രായേൽ എങ്ങനെയോ അത് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി ഇസ്രായേൽ അറിയുകയും അതിനെ പൊളിച്ചെടുക്കാൻ പറ്റുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവരെന്തോ ചെയ്തു? യൂഷ്വലി നമ്മളായാലും ചിന്തിക്കുന്നത് എന്തായിരിക്കും, നമുക്ക് വേറൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലേക്ക് പോകാം അല്ലേ? നമ്മളിപ്പം ഇമെയിൽ അയച്ച് നമ്മൾ സംസാരിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ഇൻഫർമേഷൻ എങ്ങനെയെങ്കിലും ലീക്ക് ആവുന്നതെന്ന് മനസ്സിലായാൽ നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യും വേറൊരു മെത്തേഡിലേക്ക് പോകാമെന്ന് വിചാരിക്കും അല്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹിസ്ബുള്ള ഡിഡ് ദ സെയിം തിങ്. അവർ ചെയ്തതെന്ന് വെച്ചാൽ സെല്ലുലാർ ടെക്നോളജി അല്ലെങ്കിൽ സെല്ലുലാർ ടെക് യൂസ് ചെയ്താണ് അവർ സംസാരിച്ചതെങ്കിൽ അവർ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ പേജർ ടെക്കിലേക്ക് പോയി. കുറച്ചും കൂടെ ലോ ഗ്രേഡാണ്, കുറച്ചും കൂടെ എന്താ പറയുക, ഓൾഡ് ജെൻ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ പേജർ എന്ന് പറയുന്നത്. പേജർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, യു മൈറ്റ് ഹാവ് നോട്ട് യൂസ്ഡ് ഇറ്റ്, ബട്ട് യു മൈറ്റ് ഹാവ് ഹേർഡ് ഇറ്റ്. പേജർ എന്ന് പറയുന്ന ഒരു ചെറിയ സാധനമാണ്, ഒരു ചെറിയ ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസാണ്. വയർലെസ് ആയിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നൊരു ഡിവൈസാണത്. യൂഷ്വലി അത് ഒരു 1980s 1990s 2000 വളരെയധികം യൂസ് ചെയ്തൊരു ടെക്കായിരുന്നു. പക്ഷേ സിൻസ് ദ അഡ്വെൻറ്റ് ഓഫ് സെല്ലുലാർ ടെക് അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ഷോർട്ട് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടി വളരെയധികം യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴും ചില സിനാറിയോസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ പുറത്തുള്ള രാജ്യങ്ങളിൽ ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ തന്നെ അവർ ഹെൽത്ത് കെയർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പേജർ വഴിയായിരിക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ടെക് ഹാസ് സർട്ടൻ ലിമിറ്റേഷൻ. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. റേഞ്ച് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ ചിലപ്പം ബേസ്മെൻറ്റിലായിരിക്കും ചില വർക്കുകൾ നടക്കുന്നത്, ചിലപ്പം ചില റൂംസിലാണെങ്കിൽ വളരെ തിക്കായിട്ടുള്ള വാൾസ് ആയിരിക്കും. നമുക്കറിയാം എക്സ്റേ റൂം, MRI റൂംസിലൊക്കെ അത് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി തന്നെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സിഗ്നൽ പ്രോപ്പറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഈ പേജേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഇഷ്യൂസൊക്കെ വളരെ മിനിമലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് കൂടുതലാണ്. അതുപോലെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം പേജറിൽ വരുന്ന മെസ്സേജസ് എല്ലാം എന്ത് റിലേറ്റഡ് ആയിരിക്കും? വർക്ക് റിലേറ്റഡ് ആയിരിക്കും. മൊബൈലിൽ വരുന്നതെന്ന് പറയുന്നത് പേഴ്സണൽ മെസ്സേജസ് ആയിരിക്കും. സോ ആ രീതിയിലൊക്കെ മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടും ട്രഡീഷണലി അത് ചെയ്യുന്നത് കൊണ്ടും പല സിനാറിയോസിലും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് പേജേഴ്സ്. ഹെൽത്ത് കെയറിലാണെങ്കിലും മൈനിങ് ആക്ടിവിറ്റീസ്, ദാറ്റ് ഇസ് അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന കേസിൽ, ടണൽസിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ പേജേഴ്സ് അല്ലെങ്കിൽ വോക്കി ടോക്കീസൊക്കെ
നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു സിനാരിയോ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സോ ഇവിടെ ആണെങ്കിൽ ഹിസ്ബുള്ള ചെയ്തതെന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് പേജസ് ദേ ഗോട്ട് ഇറ്റ് ഫ്രം തായ്വാനിലുള്ള ഒരു ഗോൾഡൻ അപ്പോളോ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഇവർ മേടിച്ചിട്ടാണെങ്കിൽ ഇവർ യൂസ് ചെയ്തു. എവറിത്തിങ് വാസ് ഗോയിങ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് വൺ ഫൈൻ ഡേ വൺ സർട്ടൺ തിങ് ഹാപ്പൻ. 17 സെപ്റ്റംബർ 2024 ഇത് സംഭവിക്കുന്നത്. മൾട്ടിപ്പിൾ പേജസ് എക്സ്പ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ ഉപയോഗിച്ചും ഉപയോഗിക്കാതെ ഇരിക്കുന്ന നമ്മുടെ ഈ പേജസ് എന്ന് പറയുന്നത് എക്സ്പ്ലോഡ് ചെയ്യുന്നു. നമുക്കറിയാം എക്സ്പ്ലോഷൻ ഇലക്ട്രോണിക് ഡിവൈസസ് സംഭവിക്കുന്നത് ഒരു പുതിയ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ തന്നെ മൊബൈൽ ഫോൺസ് എക്സ്പ്ലോഡ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ. അപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ്, ഈ ഒരു ടേം യൂസ് ചെയ്യും. ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് ആണ് എന്ന് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അത് മൾട്ടിപ്പിൾ റീസൺസ് കാരണമായിരിക്കും അത് സംഭവിക്കുന്നത്. മേ ബി മാനുഫാക്ചറിങ് സംഭവിച്ച ഒരു ഇഷ്യൂ കാരണമായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ യൂസ് കാരണമായിരിക്കാം, പേഴ്സണൽ യൂസ് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന രീതി കാരണമായിരിക്കും എക്സ്പ്ലോഷൻ നടന്നത്, അതല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ കണ്ടീഷൻസ് കാരണമാവാം ഇത് നടന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് ആയിരുന്നു എന്ന് പറയാൻ പറ്റും. അത് കാര്യം എന്താ? മൾട്ടിപ്പിൾ ഡിവൈസസ് വെയർ ഹാവിങ് ദ സെയിം ഇഷ്യൂ അറ്റ് ദ സെയിം ടൈം ആൻഡ് ദേ ഓൾ എക്സ്പ്ലോഡഡ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, സോ ഇത് കാരണം എന്ത് പറ്റി? ഈ എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ പേജസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അത് ഒരു വേസ്റ്റ് പൊസിഷനിലാണ് വെക്കുന്നത്, നമ്മുടെ വൈറ്റിൻ്റെ ഈ ഒരു പൊസിഷനിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ നമ്മുടെ ബോഡിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻഫാക്റ്റ് കുറേ പേര് മരിക്കുകയും അറ്റ് ദ സെയിം ടൈം ഇഞ്ചുറീസ്, വളരെ ഫേറ്റലായിട്ടുള്ള ഇഞ്ചുറീസിലേക്ക് പോകാനും സാധ്യതയുള്ള ഒരു എക്സ്പ്ലോഷനാണ്. സോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ഇതെങ്ങനെയാണ് സംഭവിച്ചത്, ആരാണ് ചെയ്തത് എന്നുള്ള 2 ചോദ്യങ്ങളുണ്ട് അല്ലേ. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് ആലോചിച്ചാൽ ഈ ഒരു പാത്ത് നമ്മൾ നോക്കുക. മാനുഫാക്ചറിങ് നടന്നു, സാധനം ഇപ്പുറത്തെ സൈഡിലെത്തുന്നു, അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇൻഫാക്റ്റ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ, ഏതെങ്കിലും ഒരു പേജറിന് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു ശരിയാ, അത് എന്തോ അവർ ഉപയോഗിച്ചതിൻ്റെ എന്തോ പ്രശ്നമാണ് എന്ന് പറയാം. 2 എണ്ണം ആണെങ്കിലും പറയാം. പക്ഷേ അവിടെ ഇവർ മേടിച്ച എല്ലാ സാധനങ്ങൾക്കും പ്രശ്നം ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് മാനുഫാക്ചറിങ് ലെവലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സപ്ലൈ ചെയിനിൽ പ്രശ്നം ഉണ്ടായിരിക്കും. മാനുഫാക്ചറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല, അവർ ഉണ്ടാക്കിയ സാധനം പക്കാ പെർഫെക്റ്റ് ആണ്, ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയ സാധനത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ എന്തായാലും വരത്തില്ല എന്നുള്ളത് അവർ 100% ഷുവറായിട്ട് പറഞ്ഞു. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഉള്ളത്? സപ്ലൈ ചെയിനിൽ എവിടെയോ വെച്ച് ഒരു തിരിമറി നടന്നിട്ടുണ്ട്. സോ അതാണ് ഇവിടെ ഏറ്റവും പ്രോബബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ബട്ട് പ്ലീസ് റിമെമ്പർ, ആസ് ഓഫ് നൗ ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഗോയിങ് ഓൺ. ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഊഹം വെച്ച് പറയാവുന്നേ ഉള്ളൂ. സോ ആ ഊഹം എന്ന് പറയുന്നത് സപ്ലൈ ചെയിനിൽ ഏതോ രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഫുള്ളായിട്ട് സ്വാപ്പ് ചെയ്തിട്ടുണ്ട്, ഈ സാധനം ഈ മാനുഫാക്ചറർ കൊടുത്തു വിട്ട സാധനമല്ല അവിടെ എത്തിയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് ഡിവൈസസിനെ ടാമ്പർ ചെയ്തിട്ടുണ്ട്. ടാമ്പർ ചെയ്യുന്ന സെൻസ് അത് ചിലപ്പോൾ ബാറ്ററി അവർ മാറ്റിയതാവാം, ബാറ്ററി മാറ്റിയിട്ട് കുറച്ചും കൂടി എക്സ്പ്ലോസീവ് നേച്ചറുള്ള ബാറ്ററി വെച്ചതാവാം. നമുക്കറിയാം എനർജി സ്റ്റോർ ചെയ്യുന്നൊരു മെക്കാനിസമാണ് ബാറ്ററി. ഈ എനർജി സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം ഉള്ളൊരു ഇഷ്യൂ ആണ് ബ്ലാസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ബ്ലാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ഇൻഎവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. ഓക്കെ, സോ അത് ഒരു ഓപ്ഷനാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനം മേ ബി എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം, ആൻഡ് ഒരു പെർട്ടിക്കുലർ സിഗ്നൽ വരുമ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്തതാവാം. സോ ഈ 2 ഓപ്ഷനാണുള്ളത്. സോ ആസ് ഓഫ് നൗ നമുക്ക് അത് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ദർ ആർ മൾട്ടിപ്പിൾ കോൺസ്പിറസി തിയറീസ് ദാറ്റ് ആർ ഹാങ്ങിങ് അറൗണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ട്രോജൻ ഹോഴ്സ് അല്ലേ. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രോജൻ ഹോഴ്സിനെ കടത്തി വിടുമായിരുന്നു. ആ ട്രോജൻ ഹോഴ്സ് എന്തായിരുന്നു? പേജസ് ആയിരുന്നു. ദാറ്റ് ഇസ് നോർമൽ പേജസ് അല്ല, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സർജിക്കലി അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ കയറ്റിവിട്ട ഒരു ട്രോജൻ ഹോഴ്സ് ആയിരുന്നു അത്. അപ്പോൾ ഇത് ചെയ്തത് ഇസ്രായേൽ ആണെന്നാണ് ഓൾമോസ്റ്റ് എല്ലാ സെമിനാറിൽസിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഇൻഫർമേഷൻ. ഇത് ചെയ്തത് വഴി വളരെ പ്രിസൈസ് ആയിട്ടും വളരെ സർജിക്കലായിട്ടും അറ്റാക്ക് നടത്താനാണ് സാധിച്ചത്. ദാറ്റ് ഈസ് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ പിൻ പോയിൻ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷനാണ് ഇവിടെ നടന്നത്. നമ്മളിത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, പല സീരീസിലും ഷോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ വേണ്ടുന്ന ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതേപോലൊരു സാധനം നമ്മൾ റിയൽ ലൈഫിൽ കാണുകയാണ്. ആസ് സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ് നമ്മളെ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എപ്പോഴും പീസിന് വേണ്ടിയും മനുഷ്യൻ്റെ വികസനത്തിന് വേണ്ടി ഉണ്ടാവേണ്ടതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പലപ്പോഴായിട്ടും നമ്മുടെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അത് മനുഷ്യൻ്റെ നാശത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ ഓപ്പൻഹൈമർ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 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 ക്രിയേഷൻ അത് എത്രമാത്രം ഡിസ്ട്രക്റ്റീവായിട്ട് മനുഷ്യൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ലെറ്റ് us hope that everything gets sorted out. സമാധാനം പ്രിവെയിൽ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.